ഈശോ പറഞ്ഞ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ ഈശോയുടെ സ്വരം ശ്രവിക്കുമ്പോൾ നമ്മളിൽ ജ്ഞാനം നിറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിലുള്ള ആ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലുള്ള ജ്ഞാനം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മൾ ഈശോയെ അനുഗമിക്കും. അതുകൊണ്ട് പ്രലോഭകൻ്റെ, ദുഷ്ടാരൂപികളുടെ ആ പ്രലോഭനത്തിൻ്റെ സ്വരം പോലും നമ്മൾ കേൾക്കരുത്. വിലക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ പോകരുത്. പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ എന്നാണ് വചനം പറയുന്നത്. ജ്ഞാനം 9:18. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ഈശോ രക്ഷ നേടിവെച്ചു. അപ്പോൾ ആ ജ്ഞാനം സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുക? ഈ ജ്ഞാനമാണ് നമ്മുടെ പാത നേരെയാക്കുന്നത്. എന്നിട്ട് ദൈവത്തിന് പ്രീതികരമായത് നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിന് പ്രീതികരമായത് ജ്ഞാനം നമ്മളെ പഠിപ്പിക്കും. ദുഷ്ടാരൂപികൾക്ക് പ്രീതികരമായതാണ് ഭോഷത്വം നമ്മളെ പഠിപ്പിക്കുക. അതാണോ നമുക്ക് വേണ്ടത്? ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതലുള്ള തിരുവാക്യങ്ങളിൽ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ മഹത്വം. അതിൽ 28-ാം തിരുവാക്യം, ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവിക ജ്ഞാനം നിറഞ്ഞവർ അവർ ദൈവത്തിനെ കൂടുതലായിട്ട് സ്നേഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ ഒരു ന്യായം അവർക്ക് കൊടുക്കണ്ടേ, ജസ്റ്റിസ്. അപ്പോൾ ദൈവം തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവിക ജ്ഞാനവും ദൈവിക സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് അസൂയൊന്നും വേണ്ട. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അവൾക്കും അവനും എന്നേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ സ്നേഹം കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ ജ്ഞാനം കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ ആത്മീയ ദാനങ്ങൾ കിട്ടിയല്ലോ. അങ്ങനെ അസൂയപ്പെടുന്നതിനേക്കാൾ നമുക്ക് ചിന്തിക്കാം, എനിക്ക് ദൈവം തന്ന ആ ജ്ഞാനം വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ദൈവം തന്ന ആ സ്നേഹം വർദ്ധിക്കാനായിട്ട് ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടോ, ഇടയാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ ഒരു ബ്ലോക്കായിട്ട് വരുന്നുണ്ടോ? ജ്ഞാനം 7:30. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. അപ്പം തിന്മ എപ്പോഴാണ് ബലപ്പെടുക? തിന്മ ബലപ്പെടുന്നത് ഭോഷത്വം വരുമ്പോഴാണ്. ഈവിൾ ഫൂളിഷ്നെസ്. ഇന്നസെൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിഷ്കളങ്കമായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളല്ല ഉദ്ദേശിച്ചത്. ഈ ഭോഷത്വം നിറയുമ്പോൾ ഒരു പാപകരമായിട്ടുള്ള ഒരു ഭോഷത്വം, ഫൂളിഷ്നെസ്, അതാണ് നാശകരമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, തെറ്റ് വരുത്തും. ഓക്കെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തിക്കോ. ഇപ്പോൾ നമുക്കറിയാത്തൊരു പുതിയൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. അതൊരു ഇന്നസെൻ്റ് മിസ്റ്റേക്ക് ആയിരിക്കും, പാപകരമല്ലാത്ത, സിൻഫുൾ അല്ലാത്ത മിസ്റ്റേക്സ്. അത് കുഴപ്പമില്ല, നമ്മൾ ആ മിസ്റ്റേക്സ് വരുത്തി നമ്മൾ പഠിക്കുന്നു. പക്ഷേ മനഃപൂർവ്വമായിട്ട് പാപകരമായിട്ട് നമ്മൾ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ അത് പാപമാണ്, ജസ്റ്റ് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു കുമ്പസാരം നടത്തി നമ്മൾ പാപമോചനം പ്രാപിക്കണം. എന്നിട്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കണം, ജീവൻ്റെ അപ്പം സ്വീകരിക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു, ജ്ഞാനം ലഭിക്കാനായിട്ട് 3-4 തിങ്സ്, അതെ, 3-4 കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കണം. പിന്നെ ദൈവവചനത്തിൽ അഭിലാഷം അർപ്പിക്കണം, ദൈവവചനത്തോട് തീവ്രമായ അഭിനിവേശം കാണിക്കണം. അപ്പം ജ്ഞാനം ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിക്കണം. ശിക്ഷണത്തെ ആത്മാർത്ഥമായി അഭിലഷിക്കുകയും സ്നേഹിക്കുകയും ശിക്ഷണം എടുക്കുകയും ചെയ്യണം. പിന്നെ പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥ ജ്ഞാനം തന്നെയായ ഈശോനെ നമ്മൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ്, സീറ്റ് ഓഫ് വിസ്ഡം. അപ്പം നമുക്കും മാറാം, ജ്ഞാനം നിറഞ്ഞവരായിത്തീരാം. ഈ ജ്ഞാനം നമുക്ക് കിട്ടിയ കുറേ ഗുണങ്ങളുണ്ട്. സോ മെനി അഡ്വാൻറ്റേജസ്.
സോ മെനി നേട്ടങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ ഈ ലോകത്തിൻ്റേതായ ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ വി ലൂസ് സംതിങ് പ്രഷ്യസ്. വിലപ്പെട്ട എന്തോ നഷ്ടമാവും. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോഴെങ്കിലും നമുക്ക് ഈ ജ്ഞാനം കൊണ്ട് നിറയാനായിട്ട് ആഗ്രഹിക്കാം. അത് കഴിഞ്ഞിട്ടും വേണം. പക്ഷെ അറ്റ്ലീസ്റ്റ് നൗ ലെറ്റ് us സ്റ്റാർട്ട്